ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ട്രീ സെറ്റാക്കി വെക്കാമെന്ന് കരുതി. ക്രിസ്മസ് ഒക്കെ ആയല്ലോ, അപ്പോൾ ട്രീ നമുക്ക് സെറ്റാക്കാം. ഇപ്പം കഴിഞ്ഞ വർഷം നമ്മൾ സൂക്ഷിച്ച് വെച്ചതാണിത്. കഴിഞ്ഞ വർഷമല്ല, ഇപ്പം ഏഴാമത്തെ വർഷം ഇത് വാങ്ങിയിട്ട് കേട്ടോ. ക്രിസ്മസ് ട്രീ വാങ്ങിയിട്ട് ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ കേട്ടോ. ഇതൊന്നും പുതിയത് വാങ്ങിച്ചതല്ല. അപ്പോൾ ഞാനിങ്ങനെ ഡപ്പയിലെടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ബലൂണോ? കുഞ്ഞിൻ്റെ ബലൂൺ എടുത്തോ? അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ ഇത് ഇവിടെ ഒരു കമ്പിയായിരുന്നു, അതില്ല. നമുക്ക് നോക്കാം. നമ്മുടെ ട്രീ വിടർത്തി വെക്കണം. നമ്മുടെ കുട്ടി ഇപ്പം കാര്യമായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടേ. വിടർത്തി വെച്ചിട്ട് വെക്കട കൂട്ടാ. കുഴപ്പമില്ല, വെച്ച് തുടങ്ങിക്കാം. കുഞ്ഞു മമ്മിയെ സഹായിക്കും. വഴക്കുണ്ടാക്കണ്ട. ആൾക്കാരെ, നിങ്ങളെല്ലാരും ഇത് കണ്ടോ? കേട്ടോ, ചവിട്ടി പൊട്ടിക്കായിരുന്നു മതി. ചവിട്ടല്ലേ, നമുക്ക് അതിലോട്ട് പെറുക്കി ഇടാം. വാവയ്ക്ക് കാണിച്ചു കൊടുക്കത് എങ്ങനെയാ വെക്കണ്ടേന്നുള്ളതേ കാണിച്ചു കൊടുക്ക്. ഇപ്പോൾ ഒരാൾ ട്രീയിലോട്ട് ഇത് ഇട്ട് സഹായിക്കുന്നുണ്ട്. മറ്റൊരാൾ ഇതെല്ലാം കണ്ടപ്പം ഭയങ്കര സന്തോഷം, കളിപ്പാട്ടം പോലെ ഇങ്ങനെ ഇട്ട് കളിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചേച്ചി എന്തുവാ ചെയ്യുന്നതൊക്കെ നോക്കിയിരിക്കുകയാണ് ആൾ. അപ്പം അതിൻ്റെ ഇടയിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കളയുകയൊക്കെ ചെയ്യുന്നുണ്ടേ. അപ്പോൾ അവിടെ ഇവിടെ എല്ലാം കുറേ ഉണ്ടായിരുന്നു. അപ്പം എല്ലായിടത്തും ആയേ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എറിയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ചേച്ചി പിണങ്ങിപ്പോയി. പക്ഷേ ആളവിടുത്തെ കുസൃതി ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ആയത് കാരണമാണ് നമ്മുടെ പണി ഇങ്ങനെ സ്ലോ ആകുന്നത്. അപ്പം ഞാനിതെല്ലാം വിടർത്തി കൊടുക്കുകയാണ്. ഇപ്പം ഫൈനലായിട്ട് ഞാൻ വെക്കുന്നതല്ല. ഇതിപ്പം നമ്മുടെ നക്ഷത്രമൊക്കെ ഇട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ എപ്പോഴും ട്രീ ഇങ്ങനെ ഇട്ട് ലൈറ്റ് കത്തിച്ചിടുകയാണ് പതിവ്. അത് കഴിഞ്ഞാണ് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നത്. പെണ്ണു വന്നേ, ഇന്ന് വിടർത്തി സഹായിച്ചേ. അയ്യോ, ഇങ്ങനല്ലേ പിള്ളേരെല്ലാം ചെയ്യണ്ടേ? ഇനി കുഞ്ഞു വലുതാകുമ്പോൾ കുഞ്ഞാണ് ചെയ്യേണ്ടത്, മമ്മിമാരല്ല. പിന്നെ മമ്മിമാരാണത് ചെയ്യുന്നേ. അപ്പമല്ല, അപ്പമൊന്നുമല്ല, അപ്പവും കറിയൊന്നുമല്ല. ഇടാതെ എങ്ങനാ? വലുതൊക്കെ ഇട്, വള്ളിയുള്ളതിട്. വലുത് ചെയ്തെടുത്തോണ്ട് വന്നേ. ഇതാണ് വൈറ്റൊക്കെ താഴെ കിടക്കുന്നത്. അതിട അതിനകത്തിട്. ഓ, അടങ്ങി നിൽക്കേ.
പോകും താഴെ പോത്. അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിടല്ലേ. ഇവിടെ ഒരു വെള്ളയാണെങ്കിൽ ഇന്ന് ദൂരം മാറിയിട്ട് വേണ്ട, അല്ലെങ്കിൽ ഇടയ്ക്ക് വെള്ളം. ഓക്കെ, ഇനി വലുതെടുത്തുണ്ടോ? വലുത് ഇവിടെ ഇരിക്കും, കുഞ്ഞു വിടല്ലേ. ഇവിടെ റബ്ബർ ബാൻഡ് വലുതെടുത്തെടുത്താടാ. മമ്മിക്ക് എടുത്തു തന്നാലും മതി, മമ്മി ഇട്ടോളാം. അപ്പോൾ ആദ്യമേ തന്നെ ലീഫിൻ്റെ ആ ഭാഗങ്ങളൊക്കെ നല്ലവണ്ണം വിടർത്തി നല്ല വൃത്തിക്ക് വെച്ചിട്ട് വയറിടുന്നതായിരിക്കും ഏറ്റവും എളുപ്പം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ വെക്കുകയാണ്, ലാസ്റ്റ് എല്ലാം ശരിയാക്കും. അപ്പോൾ ആദ്യമേ നമ്മൾ മറ്റേ തൂക്കിയിടുന്ന സാധനങ്ങൾ ബോൾ ബോളുള്ള സാധനങ്ങളൊക്കെ ഇട്ടപ്പോൾ പിന്നെ ലൈറ്റ് കിട്ടിയുമ്പോൾ ഓരോന്നോരോന്ന് പോവും. അപ്പോൾ ഞാൻ ഓർത്തിനി ലൈറ്റ് ആദ്യമേ തന്നെ അങ്ങ് ഇട്ടിട്ട് ബാക്കി സാധനങ്ങളെല്ലാം തൂക്കിയിടാമെന്ന് ഓർത്തേ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ലൈറ്റെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം സൂക്ഷിച്ച് വെച്ചു. അപ്പോൾ ഇപ്രാവശ്യം ഒന്നും മേടിച്ചില്ല അതുകൊണ്ട്. അപ്പോൾ ഞാൻ യെല്ലോ കളറാണ് ഇഷ്ടം. അപ്പം ഞാനിതിവിടെ ചുറ്റി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വേണം ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യാൻ, അതായിരിക്കും ഒരു ഈസി. അപ്പോൾ ഇത് ഞാൻ ചുറ്റി കൊടുക്കുവാണ്. അപ്പോൾ ലൈറ്റ് കത്തുന്നൊക്കെ ഉണ്ട്, കഴിഞ്ഞ വർഷത്തെയാണ്. അതിൻ്റെ ഇടയിൽ വാമ ഓരോ കുസൃതികളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ അടുത്ത് നിന്ന് ഇത് ചെയ്യാൻ പറ്റത്തില്ല, കാരണം വാമ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും, ഓരോ കുസൃതികൾ കാണിക്കും. അപ്പോൾ അതിൻ്റെ പുറകെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. ഒറ്റയടിക്കൊന്നും കഴിയത്തൊന്നുമില്ല. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിൻ്റെ കൂട്ട് എല്ലാം ഒറ്റയടിക്ക് പെട്ടെന്നൊന്നും തീരത്തൊന്നുമില്ല, എല്ലാത്തിനും കുറേ സമയമെടുക്കും. അപ്പം ട്രീ നിസ്സാരം, ട്രീ അല്ലേ കുഴപ്പമില്ല, പെട്ടെന്ന് കഴിയുമെന്നൊന്നും വിചാരിക്കാൻ പറ്റത്തില്ല. ട്രീയിലായാലും അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് പെട്ടെന്ന് ട്രീ ഒക്കെ എടുത്ത് സെറ്റാക്കാമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം കുഞ്ഞു പിള്ളേരുള്ള വീട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളൊന്ന് വെക്കും, അവരൊന്ന് എടുത്ത് കളയും. ഇതിപ്പോൾ ഞാനിപ്പോൾ വയറെല്ലാം സെറ്റാക്കി വെച്ചു, പക്ഷേ കത്തിച്ച് നോക്കിയപ്പോൾ ഒരു വയറ് വിട്ട് കിടക്കുന്നു, ബാക്കി ഇടയ്ക്കിടയ്ക്ക് കത്തുന്നുണ്ട് ചില ബൾബുകൾ. അപ്പം ഞാനത് അഴിച്ച് മാറ്റുകയാണ്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പണി കിട്ടുന്നത്. എങ്ങനെ പൊട്ടിയെന്ന് അറിയത്തില്ല, എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല. എന്തായാലും ഞാനത് അഴിച്ച് മാറ്റി അടുത്തത് സെറ്റ് ചെയ്യുകയാണ്. അടുത്ത വേറൊരു ഇത് ഇരിപ്പുണ്ടായിരുന്നു, ഇതും കഴിഞ്ഞ വർഷത്തെ തന്നെയാണ് നമ്മൾ. അപ്പോൾ എനിക്ക് യെല്ലോ കളർ ഇടുന്നതാണ് ഇഷ്ടം ട്രീക്കകത്ത്. അപ്പോൾ ഇത് പല കളറിലുള്ളതാണ്, എനിക്കത് ഇടാൻ താല്പര്യമില്ല, പക്ഷെ എന്നാലും ഞാനങ്ങ് ഇട്ട് വെക്കുകയാണ്. അയ്യോ ചോദിച്ചേ, ചേച്ചിയുടെ ബലൂൺ എന്തെങ്കിലും ചോദിച്ചേ. നമ്മൾ പകൽ തുടങ്ങിയതാണ്, ഇപ്പോൾ രാത്രിയായി. ഞാൻ ലൈറ്റ് കത്തിച്ചു. ഇത്രയും നേരം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലൈറ്റും കത്തിച്ചേ, കൂടുതൽ ഡെക്കറേഷൻ നിന്നില്ല. ഇവിടെ ഒരാൾ തൊടാനൊക്കെ വരുന്നുണ്ട്, ബൾബിലൊക്കെ പിടിക്കുന്നുണ്ട്, ചെറിയ ചെറിയ ബൾബിലെ. കുറച്ച് നേരത്തെ ഞാൻ ട്രീ വെക്കാറുണ്ട്, ഇവർക്ക് കാണാനും സന്തോഷമായിട്ടിരിക്കാനും ഒക്കെ നേരത്തെ തന്നെ ട്രീ അങ്ങ് വെക്കുവേ. അപ്പം നമ്മുടെ കുഞ്ഞിക്കുട്ടിക്ക് ഇതൊത്തിരി ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഓരോ അഭിപ്രായം പറയാം എന്നോട്, ഇത് തന്നെ ഇട്ടാൽ മതി എന്നൊക്കെയാണ് ഈ പറയുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു യെല്ലോ കളറാണ് നല്ലതെന്നൊക്കെ പറഞ്ഞപ്പോൾ അതാണ് എന്നോട് കൂടെ കൂടെ ഇത് തന്നെ പറയുന്നത്. ഞങ്ങളിപ്പം അത് കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസമായി കേട്ടോ. നിങ്ങൾ വെട്ടം ശ്രദ്ധിച്ചാൽ മതി. ഇത് പകലെടുത്ത് വെച്ചിട്ട് പിന്നെ സെറ്റ് ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് വന്നപ്പോൾ രാത്രിയായി. ഇതിപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കലേ, ഫുഡ് കഴിപ്പിക്കലേ, കുഞ്ഞാവയുടെ കാര്യങ്ങൾ, അങ്ങനെ വേറെ പരിപാടികളുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞ ഒറ്റയടിക്ക് നമുക്കിതൊന്നും നടക്കില്ലാന്നേ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇതിപ്പം പിറ്റേ ദിവസമായി, പകലായി. ഇതെല്ലാം ഞാൻ അതിനകത്ത് തൂക്കിയിടുവാണേ. അപ്പോൾ ഇതും കഴിഞ്ഞ വർഷവും കഴിഞ്ഞിട്ട് മുമ്പത്തെ വർഷമൊക്കെ മേടിച്ചതൊക്കെയാണ്. നമ്മൾ പുതുതായിട്ട് അങ്ങനെയൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ പുതുതായിട്ട് ഞാൻ ഒരു പാക്കറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അങ്ങനെ ഒരു പാക്കറ്റ് അങ്ങോട്ട് പുതിയതായിട്ട് മേടിച്ചു. അപ്പോൾ അങ്ങനെ ഇത് ഡെക്കറേറ്റ് ചെയ്തു. ഈ സ്റ്റാർ ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇപ്പം എനിക്ക് ഒത്തിരി ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന സാധനം കുറേ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. നല്ല ഭംഗിയുണ്ട്. ചെറിയ ട്രീ ആണെങ്കിലും കുറേ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കളറുള്ള ലൈറ്റാണ് ഇവിടെ ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അപ്പം എനിക്കത് ഇഷ്ടമല്ല. അപ്പം നോക്ക്, ഇതാണ് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് ട്രീ അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. ആദ്യമേ തന്നെ ട്രീ അങ്ങ് വെച്ചെന്നേ ഉള്ളൂ. ഓരോ ദിവസം ഓരോന്ന് വന്ന് പെറുക്കിയെടുക്കുക, പിന്നെ പെറുക്കി വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്.
അപ്പം കുഞ്ഞാവ് ഇവിടെ അതേലൊക്കെ തൊട്ടും പിടിച്ചൊക്കെ നിൽക്കുക. പക്ഷേ ചേച്ചി തൊടാൻ നേരത്ത് തൊടല്ലേ എന്നൊക്കെ കിടന്ന് ബഹളം വെക്കും. തൊടലേന്നല്ല, അവളുടേതായ ഭാഷയിൽ എന്തൊക്കെയോ ബഹളം വെക്കുകയാണ്. മുള്ളെന്നൊക്കെ പറയുവാണ്. മുള്ളെന്നൊക്കെ പറയാനറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ചേച്ചിയെ പേടിപ്പിക്കുകയാണ് അനിയൻ. അങ്ങനെ അവർക്ക് രണ്ടും ഭയങ്കര സന്തോഷമായി. കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞാവയ്ക്ക് അത്രയ്ക്കും ഓർമ്മയൊന്നുമില്ല, ഒരു വയസ്സെങ്ങാണ്ടായിരുന്നു. ഇപ്പം ആൾ നല്ല ആക്റ്റീവായിട്ട് എല്ലാം നിന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ ആൾ അതേപോലെ തന്നെ എല്ലാം പെറുക്കി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് കുരുത്തക്കേട് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് സ്കൂൾ കുട്ടിയാണെങ്കിൽ ഒരു നക്ഷത്രം അവിടെ വെക്കേണ്ട, ചെറിയ നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്, ആ നക്ഷത്രം ഇവിടെ വെക്കുന്നൊക്കെ പറഞ്ഞ് ഓരോന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരൊക്കെ നമ്മുടെ ക്രിസ്മസും ഒക്കെ വരുമ്പോൾ എല്ലാവരുടെ സന്തോഷമൊക്കെ, കുഞ്ഞു പിള്ളേരെയൊക്കെ സന്തോഷം ഇതാണ്. അല്ലെങ്കിൽ ഏത് നേരം ടി വിയും കണ്ട് ടി വിയുടെ മുമ്പിൽ നിന്ന് മാറാതെയും ടി വി കണ്ട് തന്നെ അങ്ങ് ഇരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.